ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്, സാറേ ഞാൻ അധ്വാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 18 മണിക്കൂർ വളരെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്നിട്ടും എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ല. അല്ലെങ്കിൽ എന്നിലേക്ക് പൈസ വരുന്നുണ്ട്, പക്ഷേ ആ പൈസ എനിക്ക് നിലനിർത്താനോ എനിക്ക് നാളത്തേക്ക് മാറ്റി വയ്ക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ഒരു 5 കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു വ്യക്തിയുടെ കുവാ നമ്പറുണ്ട്. കുവാ നമ്പർ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കിട്ടുന്നതാണ്. അപ്പം 1974 ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ കുവാ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പം ഈ വീട്ടിലെ ഗൃഹനാഥൻ്റെ കുവാ നമ്പർ 8 ആണ്. ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ്. ഈ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം. ആ സൗത്ത് ഈസ്റ്റ് ഭാഗത്തിൽ ഇയാൾ ഈസ്റ്റിലേക്ക് തലവെച്ചിട്ടാണ് കിടക്കുന്നത് എന്ന് കരുതുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കുകൾ സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇത് 4മാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കുകൾ. അപ്പോൾ ഇദ്ദേഹം തലവെച്ച് കിടക്കുന്നത് എങ്ങോട്ടാണ്? കിഴക്കോട്ട് തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ വാസ്തുവിൽ പറയുന്നുണ്ട് ഒന്നുകിൽ ഈസ്റ്റിലോട്ടോ അല്ലെങ്കിൽ സൗത്തിലോട്ടോ തലവെച്ച് കിടക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഫെങ്ഷുവിൽ അങ്ങനെയല്ല പറയുന്നത്. ഗൃഹനാഥൻ്റെ കുവാ നമ്പർ എടുക്കുക, അദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്ക് കണ്ടുപിടിക്കുക, ആ ദിക്കിലേക്ക് തലവെച്ച് കിടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ദിക്കിൽ ഈസ്റ്റ് ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഭാഗത്തു നിന്നും വരുന്ന എനർജി എന്താണ്? ബാഡ് എനർജിയാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം എവിടെ കിടക്കണം? പടിഞ്ഞാറോട്ട് തലവെച്ച് ഈ ഭാഗത്ത് കിടക്കണം. ഞാൻ പറയുന്നത് ഫെങ്ഷുയാണ്. അടുത്തത്, ഈ ദിക്ക് ഏത് ദിക്കിലെ റൂമായിരുന്നു? സൗത്ത് ഈസ്റ്റ്. ഈ സൗത്ത് ഈസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യമുള്ള ഡയറക്ഷനാണോ? അല്ല. ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യമുള്ള ഡയറക്ഷൻ ഏതൊക്കെയായിരുന്നു? സൗത്ത് വെസ്റ്റും, വെസ്റ്റേൺ, നോർത്ത് വെസ്റ്റേൺ, നോർത്ത് ഈസ്റ്റും. അപ്പോൾ ഈ 4 ദിക്കിൽ എവിടെയെങ്കിലും ഒരു ബെഡ്റൂം ഉണ്ടോ എങ്കിൽ ആ ബെഡ്റൂമിൽ പോയി കിടക്കുക. ആ ബെഡ്റൂമിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യ ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കുക. അപ്പോൾ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലായല്ലോ. അത് ഇതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ വെച്ചിട്ടല്ല ഞാനിത് പറഞ്ഞേക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസ് വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നോക്കാം. ഇത് ഒരു കാര്യം. അടുത്തത്, രണ്ടാമത്തെ കാര്യം, ഇതേ കുവാ നമ്പറുള്ള വ്യക്തി ഇദ്ദേഹത്തിൻ്റെ സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെ ഒരു 4 ഡയറക്ഷൻ. ഈ 4 ഡയറക്ഷനാണ് ഇദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് ഇരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണെന്ന് കരുതുക. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ടോയ്ലറ്റ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് ഈസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ എന്ത് ദിക്കാണ്? സൗഭാഗ്യ ദിക്കാണ്. ഇവിടെ പറയുന്ന സൗഭാഗ്യം എന്താണ്? തൊഴിലാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റിലെ തൊഴിലാണ് പറയുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലൊരു ടോയ്ലറ്റ് വരുമ്പോൾ ഈ ദിക്കിൻ്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് ഫലത്തിൽ അത് എന്തുണ്ടാവും? തൊഴിൽ സംബന്ധമായിട്ട് തടസ്സം ഉണ്ടാവും. ഇപ്പോൾ 2 കാര്യങ്ങളായി. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഗുഡ് ഡയറക്ഷനാണോ ബാഡ് ഡയറക്ഷനാണോ ബെഡ്റൂം. 3 കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ബെഡ്റൂം വന്നിരിക്കുന്ന സ്ഥലം ഏതാണ്, അത് ഏത് ദിക്കിലാണ്. 2, ഇദ്ദേഹത്തിൻ്റെ ഹെഡിൻ്റെ ഡയറക്ഷൻ എവിടെയാണ്. 3, ഇദ്ദേഹത്തിൻ്റെ ലക്കി ഡയറക്ഷൻസിൽ ടോയ്ലറ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ. 3 കാര്യങ്ങളായി. അടുത്തത്, 4മത്തെ കാര്യം, ഇദ്ദേഹം കിടക്കുന്ന റൂമിലെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഏതാണ്. ഇദ്ദേഹം ഏതെങ്കിലും ബാഡ് സ്റ്റാറിലാണോ കിടക്കുന്നത്? ബാഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 52 വരാം, അത് കഴിഞ്ഞിട്ട് 79 വരാം, അത് കഴിഞ്ഞിട്ട് 25 വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറിലാണോ ഇദ്ദേഹം കിടക്കുന്നത്? അപ്പോൾ 4 കാര്യങ്ങളായി. അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറായി. അടുത്തത്, ഈ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറിലാണ് ഇയാൾ കിടക്കുന്നത്. പക്ഷേ ഈ വർഷം, അതായത് ഇദ്ദേഹം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് ഇയർ 2025 കൂട്ടിക്കോ, അത് ഇദ്ദേഹത്തിൻ്റെ റൂമിലോ അല്ലെങ്കിൽ വാതിലിലോ വന്നിരിക്കുന്നത് ഏത് സ്റ്റാറാണ്, അത് ഇദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു. ഇങ്ങനൊരു 5 കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. അത് ഒത്രയും ഒന്ന് കറക്റ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഫെങ്ഷുയിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ആണ്. ക്രിസ്റ്റൽസും മെറ്റൽസും കൂടെ 2025 അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇത് സിട്രൻ്റെ സ്റ്റോണും ഗ്രീൻ ജേഡും കൂടെയാണ്. അപ്പോൾ ഇതിപ്പോഴത്തേക്ക് ഒരു ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലുള്ള ഒരു സിൽവറിൽ
നാച്ചുറൽ ഒരു ഒറിജിനൽ സിൽവറിൽ നിങ്ങളിത് കെട്ടിയിടുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിച്ചു? മെറ്റൽ എനർജിയുമായി എർത്ത് എനർജിയുമായി. അപ്പോൾ ഇത് നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കുമ്പോൾ ഒരുപാട് നല്ല റിസൾട്ട് ഈ 2025 നിങ്ങളെ തേടി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കലഹങ്ങൾ ഒഴിവാക്കാൻ 2025 കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ഫയർ ബോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ടോട്ടൽ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് 5 എലമെൻറ്റ് പഗോഡ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം 2025 എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളൊരു വർഷമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.